MDMA-യുമായി അറസ്റ്റിലായ യൂട്യൂബർ റിൻസിയുടെ നിരന്തരം ബന്ധപ്പെട്ട സിനിമാ താരങ്ങളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുകയാണ്. റിൻസി വാടകയ്ക്കെടുത്തിരുന്ന ഫ്ളാറ്റിലേക്ക് സിനിമാ പ്രവർത്തകർ പതിവായി എത്തിയിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടായിരുന്നു സംഭാഷണം എന്നാണ് വിശദീകരണം. റിൻസിയുടെ ബാങ്ക് ഇടപാടുകളിലും പരിശോധന നടക്കുന്നു. SS ശരൺ വിവരങ്ങൾ നൽകും. ശരൺ, ഇപ്പോൾ യൂട്യൂബർ റിൻസിക്ക് സിനിമാ മേഖലയുമായി ബന്ധമുണ്ട്. ആ ബന്ധം ബാങ്ക് ഇടപാടുകൾ, പണമിടപാടുകൾ, സിനിമാ പ്രൊമോഷൻ എന്നതിലപ്പുറം മറ്റെന്തെങ്കിലും കാര്യങ്ങളിലെ തെളിവുകൾ, ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകൾ ഇപ്പോൾ അന്വേഷണ സംഘം മുമ്പാകെ എത്തുന്നുണ്ടോ? സ്മൃതി, അത്തരത്തിലുള്ള തെളിവുകളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല. പക്ഷേ അത് കണ്ടെത്താനുള്ള പരമാവധി ശ്രമത്തിലാണ് പോലീസ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ റിൻസിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ തന്നെ ഇവരുടെ ഫോണും പോലീസ് വിശദമായി പരിശോധിച്ചിരുന്നു. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് സമീപകാലത്ത് ഒരുപാട് സിനിമാ താരങ്ങൾ ഇവരെ ബന്ധപ്പെട്ടതെന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ ഈ ബന്ധപ്പെട്ട ആരൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് തയ്യാറാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ വിളിച്ച പോലീസ് എന്തിനു വേണ്ടിയാണ്, എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ഇവരുമായി സംസാരിച്ചെന്നുള്ള കാര്യത്തിൽ ചോദിക്കുകയെല്ലാം ചെയ്തിരുന്നു. അപ്പോൾ താരങ്ങൾ പറഞ്ഞത് പ്രമോഷനുമായി ബന്ധപ്പെട്ടുള്ള സംഭാഷണം മാത്രമാണ് നടന്നതെന്നുള്ള കാര്യമാണ്. എന്തായാലും പോലീസ് ഇത് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തില്ല. പോലീസിനെ സംബന്ധിച്ച് ഇത് സ്ഥിരീകരിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകണമെന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായും 10 മാസങ്ങൾക്ക് മുൻപാണ് ഈ പാലച്ചോട്ടിലെ ഫ്ളാറ്റ് റിൻസ് വാടകയ്ക്ക് എടുക്കുന്നത്. അതിനുശേഷം നിരന്തരമായി തന്നെ, അതായത് വലിയ തോതിൽ ലഹരി ഇടപാട് നടന്ന ഒരു കേന്ദ്രമായി ഫ്ളാറ്റ് മാറിയെന്നുള്ളതായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടായി മാറിയിരുന്നത് നിരവധി സിനിമാ പ്രവർത്തകർ നിരന്തരം സന്ദർശിച്ചിരുന്ന ഒരു ഫ്ളാറ്റ് കൂടിയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു സന്ദർശക ലിസ്റ്റ് എടുക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നതാണ്. പോലീസ് നിലവിൽ പറയുന്നത് ഇവരുടെ CDR വിവരങ്ങളും ഒപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഒക്കെ തന്നെ ശേഖരിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഈ ബാങ്ക് ഇടപാടുകളിലൂടെ ഇവർ ആരൊക്കെയായിട്ടാണ് കൂടുതലായി ഇടപാടുകൾ നടത്തിയെന്നുള്ളതാണ് കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിന് മുന്നിലുള്ള ലക്ഷ്യം. അതായത് സിനിമാ താരങ്ങൾ അത്തരത്തിൽ വലിയ തോതിൽ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് കൂടി പോലീസ് കടക്കുകയും ചെയ്യും. പ്രധാനമായും ഇതിനകം തന്നെ ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നതാണ്. അപ്പോൾ റിമാൻഡിലുള്ള ഈ 2 പേർക്കും, അതായത് റിൻസിയും സുഹൃത്തായ യാസറിനുമായുള്ള കസ്റ്റഡി അപേക്ഷ കഴിഞ്ഞ ദിവസം തൃക്കാക്കര പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ആ കസ്റ്റഡി അപേക്ഷ